കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് TV എന്ന ടെസ്റ്റ്മണി ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ഇതിലൂടെ കടന്നു വരുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ തൻ്റെ ജീവിത അനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുവാനും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയും ഷെയർ ചെയ്യുവാൻ നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ കൃഷ്ണകുമാർ ഫ്രം ഡൽഹി. കർത്താവിൻ്റെ നാമത്തിൽ പ്രിയ ബ്രദറിനെ ഞങ്ങൾ ഈ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മുടെ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരനുമായി ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാൻ ദയചെയ്തതിനായ സ്തോത്രം. പ്രിയപ്പെട്ടവൻ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള മുഖാന്തരങ്ങൾ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ ആത്മീക ജീവിതത്തിന് കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് കാരണമായി തീരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. തുടർന്നുള്ള സമയങ്ങൾ ബ്രദർ കൃഷ്ണകുമാറിനുള്ളതാണ്. അതിൻ്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിൽ പ്രിയ അഭിഷിക്ത കർത്തദാസന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ജോയ്സ് ടിവിയിലൂടെ എളിയവനായ എനിക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി തീർത്ത വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നടത്തിയ വലിയ വലിയ വഴികളെ കുറിച്ച് മഹത്വീകരിക്കാനൊക്കെ ദൈവം എനിക്ക് തന്ന ഈ നല്ലൊരു പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ അഭിഷിക്ത ദാസൻ ചെയ്യുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും അനേക പ്രിയ മക്കളൊക്കെ ഈ ജോയ്സ് ടിവിയിലൂടെ തങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുവാൻ വരും ദിവസങ്ങളിൽ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. എന്റെ സ്വദേശം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു യാഥാസ്ഥിതിക ഒരു ഹൈന്ദവ കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനൊക്കെ എനിക്ക് ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഫാമിലിയിലെ അപ്പൻ, പിതാവ്, മാതാവ്, എനിക്ക് 2 സഹോദരിമാരടങ്ങുന്ന ഞങ്ങൾ അഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ആ കുടുംബത്തിൽ 3 മക്കളിൽ ഇളയവനായിട്ടാണ് ഞാൻ ജനിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നത്. അതായത് എന്റെ മൂത്തത് ഒരു സഹോദരി, അതിനുശേഷം ഞാന് മിഡിലായിട്ട്, അതിനുശേഷം എനിക്കൊരു ഇളയ സഹോദരി കൂടി ഉണ്ട്. അങ്ങനെ 3 മക്കളായിരുന്നു. എന്റെ പിതാവിനും മാതാവിനും ഞങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളായിട്ട് വളർത്തപ്പെടുവാനൊക്കെ വളർന്നു വരുവാനൊക്കെ ദൈവം സഹായിച്ചു. എന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തില് എനിക്ക് എന്റെ സാക്ഷ്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഞാന് 2000 വർഷത്തില് ഞാന് എന്റെ 1999 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂത്ത സഹോദരിക്ക് ഒരു പ്രയാസത്തിലൂടെയാണ് ഞാൻ ഈ ദൈവത്തെ കാണുവാനും കണ്ടുമുട്ടുവാനൊക്കെ എനിക്ക് അവസരം തന്നത്. ഇതിനു മുമ്പേ ഞാൻ ഭയങ്കര ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരം പല പല അമ്പലങ്ങളിലും ഒക്കെ പോയി ദർശനം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു ഞാൻ ആയിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോ എന്റെ മൂത്ത സഹോദരിയുടെ പേര് ലിനിത എന്നാണ്. എന്റെ മൂത്ത സഹോദരിക്ക് ഒരു ചെവിയുടെ ഒരു കേൾവിക്കുറവ് വന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ വളരെയധികം ഒരു പ്രയാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനൊക്കെ ഇടയായി തീർന്നു. ആ സഹോദരിക്ക് പെട്ടെന്ന്, അതായത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാല് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അതായത് മോഡൽ എക്സാമിന്റെ തൊട്ടു മുന്നേ ആയിട്ടാണ് സഹോദരിക്ക് ഇങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു രോഗത്തിൻ്റെതായ അവസ്ഥ കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നത്. അപ്പോഴേക്കും ഏകദേശം ഞങ്ങള് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും
സഹോദരിക്ക് ഏകദേശം 75% കേൾവി ഏകദേശം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു ഞങ്ങള് ഈ ലോകത്തിൻ്റെതായ വൈദ്യനിലൊക്കെ ആശ്രയിക്കാനൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ കടന്നുപോയി. ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് ചെയ്തു. പക്ഷെ എവിടെയും ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല. ആ ഒരു രോഗത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. അതിങ്ങനെ കൂടുതൽ കൂടുതൽ സഹോദരിയുടെ കേൾവി അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, വൈദ്യശാസ്ത്രത്തിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു രോഗാവസ്ഥ. അപ്പൊ എല്ലാവരും പല പല ടെസ്റ്റുകളും ചെക്കപ്പുകളൊക്കെ സജസ്റ്റ് ചെയ്യും. ഞങ്ങൾ അത് പോയി ചെയ്യും. പക്ഷെ ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു വൈദ്യശാസ്ത്രത്തിന്. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എന്റെ പിതാവ് മാത്രമായിരുന്നു എന്റെ ഏക വരുമാന മാർഗം. അന്ന് ഞാൻ എന്റെ മൂത്ത സഹോദരി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ഞാനും മൂത്ത സഹോദരിയും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം ഉള്ളായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. കാരണം ഞങ്ങളുടെ അതായത് മൂത്ത സഹോദരിക്ക് താഴെ ഞങ്ങള് 2 മക്കള് വീണ്ടും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വീട്ടിലെ ചെലവുകള്, പിന്നെ ഈ രോഗസംബന്ധമായിട്ടുള്ള കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ മരുന്ന് മേടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഭയങ്കരമായിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 2000 എന്ന് പറയുന്ന കാലഘട്ടം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞങ്ങള് ആ സമയത്താണ് ഞങ്ങള് 1999 ഞങ്ങള് അതുവരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. 2-3 വീടുകളിലായിട്ട് ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾ 2-3 വീടുകളിലൊക്കെ ആയിട്ട് ഞങ്ങള് കടന്നുപോയി വാടകയ്ക്കൊക്കെ ഇരുന്ന കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഞങ്ങള് 3ാമത്തെ വീട്ടിലേക്ക് വന്ന് വാടകയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു പ്ലോട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ തന്നു. അങ്ങനെ ആ പ്ലോട്ട് വാങ്ങിച്ചു. ആ ഒരു വീടിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന സമയത്തായിരുന്നു, ക്രമീകരിച്ച് അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ മൂത്ത സഹോദരിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നത്. പിന്നെ ഞങ്ങള് ആ വീടിന്റെ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ മൂത്ത സഹോദരിയുടെ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് കേരളം വിട്ട് ബാംഗ്ലൂർ വരെ ഞങ്ങൾ ഈ ചികിത്സയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനൊക്കെ ഇടയായിട്ടുണ്ട്. ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റൽ വരെ ഞങ്ങൾ കടന്നുപോയി. ചെക്കപ്പിനും സ്കാനിങ്ങിനൊക്കെ ആയിട്ട് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തു ചെയ്യും, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു രോഗാവസ്ഥ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും, കുടുംബത്തിൽ എല്ലാവർക്കും അത് എഫക്ട് ചെയ്യും, ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഈ ഏക ഒരു പിതാവിന്റെ ഏക ഒരു വരുമാന മാർഗത്തിലൂടെയാണ് ഞങ്ങൾ അന്ന് ജീവിച്ചു പോകുന്നത്. അപ്പൊ ഈ വീട്ടിലുള്ള ഒരു മെമ്പർക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നതോട് കൂടിയിട്ട് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ ആകെ തകിടം മറിഞ്ഞൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെയധികം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞെരുങ്ങപ്പെടുന്ന അവസ്ഥകള്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ പിതാവും മാതാവും ഒക്കെ ഹൈന്ദവ രീതിയിൽ നിൽക്കുന്നതായതുകൊണ്ട് അവര് പിന്നെ കുറെ മന്ത്രവാദങ്ങളും അങ്ങനെയുള്ള ആഭിചാര പ്രക്രിയകളിലൂടെയൊക്കെ അവർ കടന്നുപോയി. കാരണം മോൾക്ക് ഒരു ശമനം വേണമല്ലോ, ഒരു പരിഹാരം വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവരുടേതായ വിശ്വാസപ്രകാരം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി, ഒരുപാട് പൈസ അതിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെ ഒന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതലിലേക്ക് സഹോദരിക്ക് ഒരു വിടുതൽ പ്രാപിപ്പാനൊന്നും കഴിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നെ ഞങ്ങള് പുള്ളിക്കാരി നല്ല മാർക്കോട് കൂടി 10ാം ക്ലാസ് പാസ്സായി. പിന്നെ ഹയർ സ്റ്റഡീസിന് പോവാൻ പറ്റാതെ വണ്ണം ഞങ്ങളുടെ ഭവനത്തില് പുള്ളിക്കാരി ഇരിപ്പായി. അങ്ങനെ പുള്ളിക്കാരി പിന്നെ മാനസികമായിട്ടുള്ള, അതായത് ഒത്തിരി പുള്ളിക്കാരിയുടെ കൂടെ ഉള്ളവരൊക്കെ ഹയർ സ്റ്റഡീസിന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് മാനസികമായിട്ടുള്ള വളരെയധികം വിഷമങ്ങളൊക്കെ വരാൻ തുടങ്ങി. കാരണം അവൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു പ്രയാസം വന്നു. അങ്ങനെ പിന്നെ ഗ്രാജുവലി പുള്ളിക്കാരി മാനസികമായിട്ടുള്ള പല ഡിപ്രഷൻ മോഡിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ 2 രീതിയിലുള്ള ചികിത്സയ്ക്കായിരുന്നു പുള്ളിക്കാരി വിധേയപ്പെട്ടുകൊണ്ടിരുന്നത്. സൈക്കാട്രിക് സംബന്ധമായിട്ടുള്ള ഒരു കൺസൾട്ടേഷനും അതുപോലെ തന്നെ ENT പരമായിട്ടുള്ള കൺസൾട്ടേഷനും ഒരേ സമയം നടത്തിക്കൊണ്ടിരുന്നു.
അങ്ങനെ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നുപോയി. ആ ഒരു സമയത്ത് ഞാനും വളരെയധികം പ്രയാസപ്പെട്ടു. കാരണം ഞാനും എന്റെ മൂത്ത സഹോദരിയും ഒരു സഹോദരി സഹോദരൻ എന്നുള്ള ബന്ധത്തിലേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ ഒരു ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു വീട്ടില്. കാരണം ഞങ്ങള് തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം ഉള്ളായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് താഴെ ഒരു സഹോദരി ഉണ്ടായിരുന്നിട്ട് പോലും അവളെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാതെ ഞങ്ങൾ വേർപെട്ട് നടക്കുന്ന, ഞങ്ങൾ മാത്രമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇരിക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം പ്രയാസം തോന്നി. കാരണം സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. എല്ലാ രീതിയിലും ഫാമിലിയില് സന്തോഷമില്ലായ്മ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെടുവീർപ്പിടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ വരുമാന മാർഗം കണ്ടെത്താൻ കഴിയാതെ അതിന് ഓരോ ദിവസം അനുദിനവും ചെലവുകളെ ഫേസ് ചെയ്യാൻ പറ്റാതെ എന്റെ പിതാവ് വളരെയധികം ഭാരപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വളരെയധികം ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോഴും എന്റെ 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 പഠനങ്ങളും ഒക്കെ ഞാന് എന്താ പറയാ പഠനങ്ങളെ എനിക്ക് പഠനത്തിലൊന്നും കോൺസെൻട്രേഷൻ കിട്ടാതെ വണ്ണം ഞാൻ പിന്നെ എന്റെ പിതാവിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പിതാവിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ പഠനം പോലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എന്റെ പ്രൊഫഷനിലേക്ക് ഇറങ്ങി തിരിച്ചു. ഞാൻ പ്രൊഫഷണലി ഞാനൊരു ചിത്രകാരനാണ്. ഞാൻ ബേസിക് ആയിട്ട് പഠിച്ചതല്ല. ദൈവം ജന്മന തന്ന ഒരു കഴിവാണ്. അത് 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 അതിലൂടെ ഞാൻ പിന്നെ ചെറിയ ഒരു വരുമാനമൊക്കെ ഞാൻ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ പിതാവിന് ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തായിരുന്നു ഞാന് എന്റെ ജോലിയോടുള്ള ബന്ധത്തില് അന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഞാന് നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം മൂത്ത സഹോദരിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വളരെയധികം ടെൻഷനുകളും ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വല്ലാത്തൊരു താടിയും മുടിയൊക്കെ വളർത്തി വല്ലാത്തൊരു വികൃത രൂപമായിട്ട് നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ എന്റെ പ്രൊഫഷനോടുള്ള ബന്ധത്തില് പട്ടാമ്പി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ടൗണില് ഞാനൊരു സൈൻ ബോർഡ് എഴുതാനായിട്ട് ഞാൻ പോയതാണ്. എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു സൈൻ ബോർഡ് എഴുതാനായിട്ട് പോയ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൈൻ ബോർഡ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അങ്കിള് വന്ന് എന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ടൗണിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് തമ്പിച്ചായൻ എന്നാണ്. അന്ന് അദ്ദേഹത്തിന് ഏകദേശം ഒരു 70 വയസ്സോളം പ്രായമുള്ള സമയത്തായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ തന്നെ പുള്ളി എല്ലാവരോടും സുവിശേഷം പറയുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനായിരുന്നു അദ്ദേഹം. ഇപ്പോഴും തമ്പിച്ചായൻ ജീവനോടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഓർത്ത് ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട് ദൈവത്തിനോട്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാന് എന്റെ ജോലിയോടുള്ള ബന്ധത്തില് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ തമ്പിച്ചായൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഇതുപോലെ ബ്രദറിന്റെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണം, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ വരാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5:30-ക്ക് ശേഷം ഞാൻ അവരുടെ വീട്ടിലോട്ട്, ടൗണിന്റെ മധ്യത്തിലാണ് അവരുടെ വീട്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് കടന്നുപോയി. കടന്നുപോയപ്പോ അവര് എന്റെ വീട്ടിലെ പശ്ചാത്തലങ്ങളും പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞു. അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കി. അപ്പോ അവർക്ക് മനസ്സിലായി ഞാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കി. അപ്പോ എന്നെ ഒരുപാട് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അവരെന്നെ ആശ്വാസ ആശ്വാസം തരുവാനൊക്കെ ഇടയായി തീർന്നു. കാരണം തമ്പിച്ചായൻ പറഞ്ഞു, ബ്രദർ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, കാരണം ഈ മൂത്ത സഹോദരിയുടെ ഈ അവസ്ഥകളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. വീട്ടിലെ അവസ്ഥകൾ ഇങ്ങനെയാണ്, പരിതാപകരമായിട്ടാണ് എന്നൊക്കെ ഞാൻ ഷെയർ ചെയ്തു. പിന്നെ ഞാൻ അന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ചെസ്റ്റില് ഒരു വലിയൊരു കരിങ്കല്ല് വെച്ച് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു ഭയങ്കര ആത്മഭാരത്തോടു കൂടിയ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്തായിരുന്നു തമ്പിച്ചാനെ ഞാൻ കണ്ടുമുട്ടുന്നതും തമ്പിച്ചാന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയും. അപ്പോ ഞാൻ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്തിനാണ് എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ നേരെ ഫ്രണ്ടില് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഈ വണ്ടികളൊക്കെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് നിലകൊള്ളുന്നത്.
അങ്ങനെ ഒരുപാട് മണ്ണും പൊടിയും ചെളിയൊക്കെ തെറിച്ച് അതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ട് ആ ദൈവത്തിന്റെ വചനം ഒത്തിരി അങ്ങ് ഫെയ്ഡ് ആയി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പോയി കണ്ടപ്പോ. അപ്പൊ അത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പെയിന്റ് ചെയ്ത് അതൊന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എന്നെ വന്ന് സമീപിച്ചത്. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ എന്റെ അപ്പോഴത്തെ അവസ്ഥകളൊക്കെ അവര് തിരിച്ചറിഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ബ്രദറെ ഒന്നുകൊണ്ടും പേടിക്കരുത്, കാരണം ബ്രദർ ഇപ്പോ ഒരു എന്താ പറയാ ഹൈന്ദവ രീതിയിൽ നിൽക്കുന്നുവെങ്കിലും ശരിയായിട്ടുള്ള ഒരു വിശ്വാസത്തിലല്ല, കാരണം ശരിയായിട്ടുള്ള ഒരു മാർഗത്തിലല്ല. കാരണം അദ്ദേഹം ഇപ്രകാരമാണ് എന്നോട് പറഞ്ഞത്, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലും ക്രൂശിൽ സമർപ്പിച്ച ഒരു ദൈവം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ബ്രദർ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ഇപ്പോ ഒരു ന്യൂ ടെസ്റ്റമെന്റ് ബൈബിള് തന്നുവിടുകയാണ്. ബ്രദർ പോയിട്ട് വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് സമയം കണ്ടെത്തി ആ ബൈബിൾ എടുത്ത് ന്യൂ ടെസ്റ്റമെന്റ് ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ വീട്ടില് എല്ലാവരും ഇതൊന്നും ഇതിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അത് കാരണം കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ അവര് കാണാതെ ഞാൻ എന്തായാലും വായിക്കാം എന്ന് ഞാൻ ആ പുള്ളിയോട് ഞാൻ ഉറപ്പ് പറഞ്ഞു. അങ്ങനെ ഞാന് അന്ന് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞത് ചെറിയൊരു ഓല 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 കൊണ്ട് മേഞ്ഞ ഒരു ഓലക്കുടിലാണായിരുന്നു ഞങ്ങളുടെ അന്നത്തെ വീട്. അതായത് ഒറ്റ റൂം, ഒരു അടുക്കള, ഇത്രയേ ഉള്ളൂ. അതില് എല്ലാരും, ഞങ്ങള് മക്കള്, അച്ഛൻ, അമ്മ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയായിരുന്നു. അത് മാത്രല്ല ഞങ്ങൾക്ക് അന്ന് വീട്ടില് കറണ്ട് ലഭിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ മണ്ണെണ്ണ വിളക്കിന്റെ ആ ഒരു വെട്ടത്തിലായിരുന്നു ഞാൻ. പിന്നെ വീട്ടുകാരൊക്കെ അറിയാണ്ട് പതുക്കെ പതുക്കെ ഞാൻ ഈ ന്യൂ ടെസ്റ്റമെന്റ് ബൈബിള് വായിച്ച്, കാരണം നമുക്ക് എന്തായാലും അദ്ദേഹം അങ്ങനെ നമ്മളോട് അത്രയും കാരണം അത്രയും പ്രാധാന്യത്തോടെ പറഞ്ഞതല്ലേ, അപ്പൊ നമ്മൾ അത് അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീട്ടില് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പതുക്കെ പതുക്കെ ഞാൻ വീട്ടുകാര് കാണാതെ തന്നെ പതുക്കെ പതുക്കെ ഞാൻ നോക്കി വായിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അത് എത്ര പേര് വിശ്വസിക്കുന്ന അറിയത്തില്ല, എന്റെ ചെസ്റ്റില് ഒരു വലിയൊരു ഭാരം കയറ്റി വെച്ച ഒരു അവസ്ഥ, അത് ഞാൻ ഈ ന്യൂ ടെസ്റ്റമെന്റ് ബൈബിള് വായിക്കുന്തോറും ആ ഒരു വലിയൊരു ആത്മഭാരം എന്നിൽ നിന്ന് പതുക്കെ 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 ഗ്രാജ്വലി ആയിട്ട് അവിടുന്ന് റിമൂവ് ചെയ്ത് പോകാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, അന്ന് വരെ ഞാൻ ഈ ലോകത്തിൻ്റെതായ, അതായത് ഈ ഹൈന്ദവ രീതിയിലുള്ള ബിംബങ്ങളെ സേവിച്ച് നടന്ന ആ ഒരു വ്യക്തിയായിരുന്നു ഞാന്. അന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി, ജീവനുള്ള ദൈവമാണ്, ഇതിനകത്ത് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട്, ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. സ്വയം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ വായിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ തമ്പിച്ചാന്റെ വീട്ടിലെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വചനങ്ങളൊക്കെ എഴുതി കൊടുത്തു. അത് ഇപ്രകാരമായിരുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ അടുത്ത ഒരു സെന്റൻസ് ഞാൻ എഴുതി കൊടുത്തത് ഇങ്ങനെയായിരുന്നു, പാപത്തിന്റെ ശമ്പളം മരണം എത്രേ. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു വാക്കുകളായിരുന്നു ഞാൻ ഇന്ന് എഴുതി വെച്ചത്. അത് ഞാൻ ഒരു ഓക്സ്ഫോർഡ് ബ്ലൂവില് വൈറ്റിലായിരുന്നു ഞാൻ എഴുതി കൊടുത്തത്. അതും അന്ന് അവിടെ എഴുതി കൊടുക്കുമ്പോ ഭയങ്കരമായിട്ട് ഈ ഉറുമ്പിന്റെ ഒരു കൂട്ടത്തിൽ നിന്നിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ ഈ ഉറുമ്പിന്റെ കടിയൊക്കെ കൊണ്ട് സഹിച്ചാണ് ഞാൻ ഈ വചനങ്ങളൊക്കെ എഴുതി വെച്ചത്. അപ്പോ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് എനിക്കത്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തമ്മിച്ചാനോട് പറഞ്ഞു, തമ്മിച്ചായ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷം തോന്നി. കാരണം അങ്ങനെ ഒരു അനുഭവം കേട്ടപ്പോ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അത് ആ ന്യൂ ടെസ്റ്റമെന്റ് ബൈബിള് കൊണ്ടുപോയിട്ട് അത് വായിച്ചല്ലോ. ആ വായിച്ചതിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ ഒരു മാറ്റം, അങ്ങനെ ഒരു ഫീല് ഉണ്ടായല്ലോ എന്ന് ഓർത്ത് പുള്ളിക്കാരന് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ഞാൻ എന്റെ തമ്മിച്ചാനോട് ഞാൻ ചോദിച്ചു, തമ്മിച്ചാ എനിക്ക് ഈ ജീവനുള്ള ദൈവത്തെ കാണണം, എനിക്ക് ആ ജീവനുള്ള ദൈവത്തെ എനിക്ക് രുചിച്ചറിയണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ തമ്പിച്ചായൻ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഒരു ആരാധന കൂട്ടായ്മയുണ്ട്, അതിലേക്ക് ബ്രദർ കടന്നു വരണം. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ 1 മണി വരെ ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്, ഇവിടെ ആരാധനയുണ്ട്. അപ്പൊ ബ്രദർ എങ്ങനെയെങ്കിലും കടന്നു വരണം, അതിൽ സംബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ കടന്നു പോകുന്ന സമയത്ത് എന്റെ കഴുത്തിലൊക്കെ കറുത്ത ചരടൊക്കെ, ഒരു രുദ്രാക്ഷമാലയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളി അന്നൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ എല്ലാ ആരാധനയിലും ഞാൻ കടന്നുപോയി.
അങ്ങനെ എനിക്ക് ഒത്തിരി വിശ്വാസം ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് ആ ദൈവത്തോടുള്ള വിശ്വാസം ആഴമായിട്ട് രുചിച്ചറിയാൻ പറ്റി. അങ്ങനെ ഞാൻ എന്റെ അപ്പോഴത്തെ അവിടുത്തെ ലോക്കൽ പാസ്റ്ററിനോട്, ദേവദാസിനോട് ചോദിച്ചു, ദേവദാസിനെ, എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും എനിക്ക് രുചിച്ചറിയണം. എനിക്ക് ആ ദൈവത്തിന്റെ ഒരു ഒരു ദൈവത്തിനെ എനിക്ക് പൂർണ്ണമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതിന് എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ദൈവത്തിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനങ്ങളെ പഠിക്കണം. അതുപോലെ തന്നെ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടണം എന്ന്. അതിന് ശേഷം അത് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് ഈ സ്നാനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കടക്കാൻ പറ്റില്ല ബ്രദറെ. അതിന് ബ്രദറ് ഒറ്റയ്ക്കല്ല, ബ്രദറിന്റെ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് എന്ത് വന്നാലും എനിക്ക് ആ ദൈവത്തെ അറിഞ്ഞേ പറ്റുള്ളൂ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം എന്ന് പറഞ്ഞു, എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്നാനത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ടാണ് 2006 ഞാൻ ഈ ജീവനുള്ള ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിപ്പാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നത്. അത് എന്റെ വീട്ടിൽ പോലും അവരറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ സ്നാനപ്പെട്ടതും ഇങ്ങനെ ഒരു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്നതെന്നും അവര് അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് വർഷങ്ങൾ. അപ്പൊ ഞാൻ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി. എന്റെ വിശ്വാസം ഒരിക്കലും തകർന്നു പോകരുതെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം വീട്ടുകാരിൽ നിന്ന് മറച്ചു പിടിച്ച് ഞാൻ അന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ വേറൊരു സ്ഥലത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഡ്രോയിങ് ഒക്കെ പരിശീലിപ്പിക്കുന്ന ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ വീട്ടുകാരോട് പറയും, ഞാൻ സൺഡേയില് 10 മണിക്ക് മുമ്പേ ഞാൻ ഇറങ്ങി തയ്യാറായിട്ട് ഞാൻ പോവും. അപ്പൊ എന്റെ ബൈബിള് ഞാൻ എന്ത് ചെയ്യും, ഒരു കവറിൽ പൊതിഞ്ഞ് ആരും കാണരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കവർ ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഞാൻ പറയും, ഡ്രോയിങ് ക്ലാസ്സിന് പോവാണ്, ഞാൻ വൈകുന്നേരം തിരിച്ചു വരത്തുള്ളൂ എന്ന് പറയും. അപ്പൊ അവര് വിശ്വസിച്ചിരിക്കുന്നത് ഡ്രോയിങ് ക്ലാസ്സിനാണ് പോകുന്നത്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം വരുന്നെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക്. പക്ഷെ ആദ്യം ഞാൻ നേരെ ഞങ്ങളുടെ ടൗണിലേക്ക് ചെന്ന് ഈ കൂട്ടായ്മയിൽ 10 മണിക്കുള്ള കൂട്ടായ്മയിൽ സംബന്ധിച്ച് 1 മണിക്ക് ശേഷമായിരുന്നു ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും വീട്ടുകാർക്കൊന്നും കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം എനിക്ക് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ഇടുക്കിയില് മുരിക്കടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിട്ട് എനിക്ക് ലഭിക്കാനൊക്കെ ഇടയായി തീർന്നു. അതും അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിട്ടായിരുന്നു, അവിടെ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ടായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. അത് ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ ഡയറക്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് അത് കിട്ടിയത്. അതും 2006 12,000 രൂപ സാലറി വിത്ത് ഓൾ ഫെസിലിറ്റീസ്. നല്ലൊരു ഹോട്ടലിലെ റൂം, അതുപോലെ തന്നെ വണ്ടി സൗകര്യം, ഫോൺ സൗകര്യം, ഫുഡ് എല്ലാം കമ്പനി ത്രൂവിലായിരുന്നു. അങ്ങനെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പെട്ടെന്നുള്ള അതായത് സ്നാനപ്പെട്ടതിന് പിറ്റേ ദിവസമാണ് ഈ ജോലി ലഭിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ഒരു ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ എന്നിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഭയങ്കരമാണല്ലോ. കാരണം അതുവരെ നമുക്ക് കിട്ടാത്ത ഭാഗ്യങ്ങള്, അതുപോലെ തന്നെ അതുവരെ ലഭിക്കാത്ത ജോലികളൊക്കെ നമുക്ക് ഈ ദൈവത്തെ അറിഞ്ഞത് മൂലം, ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിച്ചത് മൂലം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണല്ലോ. അത് നമുക്കത് വർണ്ണനാതീതമാണ് ഒരു സന്തോഷം, അനുഭൂതി. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇടുക്കിയിലെ മുരിക്കടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലിക്കായിട്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ബ്രദറിങ് സഭക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹം ഞാനൊരു പെന്തക്കോസ്റ്റൽ ബിലീവർ ആണെന്ന് അറിഞ്ഞുകൊണ്ട്, കാരണം ഞാനൊരു ശിശുവാണല്ലോ, ശിശുവായിട്ടാണല്ലോ ഞാൻ അവിടെ ചെല്ലുന്നത്. സ്നാനപ്പെട്ട് വലിയ കാര്യമായിട്ടുള്ള അറിവോ വചനങ്ങളിലെ പാണ്ഡിത്യം ഒന്നും ഇല്ലാണ്ടല്ല ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത്. അപ്പൊ പുള്ളി ഒരു പെന്തക്കോസ്റ്റൽ ബിലീവർ ആണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയായിരുന്നു പേര്. അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യാനും ഈ പെന്തക്കോസ്ത് വിശ്വാസികളെ കുറിച്ച് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പരിഹാസ രൂപത്തിൽ എന്നോട് ഇങ്ങനെ ഇൻട്രഡക്ഷൻ ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മുറിവേൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് വന്നു. അങ്ങനെ എനിക്ക് അവിടുന്ന് ആ ജോലി ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് ഇവിടെ കാലാവസ്ഥ പിടിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുവാണ്. അപ്പൊ ഞാൻ അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പൊ അവര് എന്നോട് ചോദിച്ചു,
തണുപ്പ് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു സൈറ്റ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം, അവിടേക്ക് പോവാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാന് പിന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് തിരികെ വന്നു. അതിനുശേഷമാണ് എനിക്ക് ദൈവം അടുത്ത ഒരു അവസരം ഒരുക്കിയതെന്ന് പറഞ്ഞാല്, ഞാൻ എന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് രംഗത്ത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അന്ന് ഓൾറെഡി ഒമാനിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരന്റെ ഒരു നല്ലൊരു മനസ്സുകൊണ്ട് എനിക്ക് ഒമാനിലേക്ക് കടന്നു പോകാനും ആ ആ ഒരു അതും വലിയൊരു മിറാക്കിൾ ആയിരുന്നു. കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 2008 ഒക്കെ ലാസ്റ്റ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ വിദേശമാന്ദ്യം സംഭവിച്ചിട്ട് അവിടെയുള്ളവരൊക്കെ നാട്ടിലേക്ക് കയറ്റി വിടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ അങ്ങോട്ട് എനിക്ക് വിസ കിട്ടുന്നതും ഞാൻ ആ ഒമാൻ എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് കടന്നു പോകുന്നത് ജോലിയോടുള്ള. അങ്ങനെ അവിടെ കടന്നു പോയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം തോന്നി. കാരണം വീടും വീട്ടുകാരെ ഒന്നും വിട്ട് ഞാൻ നിന്നിട്ടില്ല. പിന്നെ പുതിയൊരു ദേശം, പുതിയൊരു അവിടെ ഭാഷ അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഫേസ് ചെയ്തു. എങ്കിലും പിന്നെ ഞാൻ സ്വയം തീരുമാനിച്ചു, എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാനത് സ്വയം തിരിച്ചറിഞ്ഞ് കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെടാൻ വന്നതെന്നുള്ള ഒരു ബോധ്യം ഉള്ളിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോലിയിലൊക്കെ പ്രവേശിച്ചു. അവിടെ എനിക്ക് തിക്താനുഭവങ്ങളൊക്കെ നേരിട്ടു. കാരണം എന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരൊക്കെ ഞാനൊരു ഹിന്ദുവിൽ നിന്ന് കൺവേർഷൻ ആയ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് അവരെന്നെ ഭയങ്കരമായിട്ട് കളിയാക്കാനും അതുപോലെ തന്നെ ഹല്ലേലൂയ പറഞ്ഞിട്ട് രാവിലെ ഗ്രൂപ്പായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ എന്റെ പിന്നാലെ ഫോളോ ചെയ്തിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിഹസിക്കുന്ന ഒരു രീതിയിലൊക്കെ വന്നു. അങ്ങനെയൊന്നും അതിലൊന്നും ഞാൻ പതറാൻ ദൈവം എന്നെ അവിടെ ഒന്നും അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിലൊക്കെ ഞാൻ കടന്നുപോയി. നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഒമാനിൽ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ എനിക്ക് അവിടെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അതും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒമാനിലെ തന്നെ 3CC കൺട്രീസിൽ തന്നെ ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് വന്ന് ആരാധിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് OPA എന്ന് പറയുന്ന ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി. മസ്കറ്റിലെ ഏറ്റവും വലിയ, അതായത് 3CC കൺട്രീസിൽ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് അത്. അതിലെ എല്ലാ ഡിനോമിനേഷൻസിലുള്ളവരും വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണത്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ ദൈവം എന്നെ അവിടെ കണക്ട് ചെയ്യിപ്പിക്കാനും അവിടെ ആരാധനയ്ക്ക് കടന്നു പോകാനൊക്കെ എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ ആത്മീയ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞത്. അവിടെ ചെന്നപ്പോ കൂട്ടായ്മയിൽ പോയപ്പോഴും ഒത്തിരി സഹോദരങ്ങളെ പരിചയപ്പെടുവാനൊക്കെ എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ലീവിന് വന്ന സമയത്താണ് ഞാൻ ഗുഡ് ന്യൂസിനകത്താണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ മാട്രിമോണിയൽ ഞാൻ വിവാഹത്തിൻ്റെതായ ഒരു പരസ്യം കൊടുത്തു. അന്ന് ആ സമയത്ത് ഞങ്ങളുടെ 2 ദേവദാസന്മാര് എന്നെ അറിയപ്പെടുന്ന ദേവദാസന്മാര് ഗുഡ് ന്യൂസിനകത്ത് ചീഫ് എഡിറ്റോറിയൽ സെക്ഷനിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈ പ്രാവശ്യം വരുമ്പോ കല്യാണത്തിന് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടുകാരെ എനിക്ക് ഞാൻ വിശ്വാസത്തിലുള്ള കാര്യം വീട്ടുകാർക്ക് അറിയത്തില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അവര് ഹൈന്ദവ രീതിയിലുള്ള കല്യാണങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ അവര് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഞാൻ ഇത് അറിഞ്ഞപ്പോ എന്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഹൈന്ദവ രീതിയിലുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറാവില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരു ദൈവപൈതലാണ്, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒരു ദൈവപൈതലിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഞാൻ എന്റെ മാതാവിനോട് അറിയിച്ചു. പക്ഷെ മാതാവ് അത് ഫാദറിനോടൊന്നും ഷെയർ ചെയ്തില്ല. കാരണം പിതാവ് വല്ലാത്തൊരു ഭയങ്കര ദേഷ്യക്കാരനൊക്കെയാണ്, പെട്ടെന്നൊക്കെ പ്രതികരിക്കുന്ന ഒരു ഭാവക്കാരനായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് മാതാവ് എന്ത് ചെയ്തു, മാതാവ് ഒന്നും ഷെയർ ചെയ്യാനൊന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ ലീവിന് കടന്നുപോയ സമയത്ത് ഒത്തിരി കോളുകളൊക്കെ എനിക്ക് വന്നു. കാരണം ഒത്തിരി ഈ ഗുഡ് ന്യൂസിനകത്ത് മാട്രിമോണിയലിലെ ആഡ് കണ്ടുകൊണ്ട് ഒത്തിരി മാതാപിതാക്കളെ എന്നെ വിളിക്കുവാനും എന്റെ ലോക്കൽ പാസ്റ്ററിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ ഒരു ദൈവവേദനെ പോയി കാണുന്നത് കളമശ്ശേരിയിലാണ്. HMT എന്ന് പറയുന്ന പ്രത്യേക ഒരു സ്പെസിഫിക് ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവര് എന്നെ പോലെ തന്നെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ ആ കൊച്ചു അന്ന് എനിക്ക് തോന്നുന്നു MCA ഒക്കെ കഴിഞ്ഞ കൊച്ചായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ
കടന്നുപോയി കണ്ടെങ്കിലും എനിക്ക് എന്റെ അത്രയും ഹൈറ്റ് ഒന്നും ഇല്ലാതെ ഒരു ലീനായിട്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അത് കാരണം ഞാൻ എന്റെ ദേവദാസനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് അല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് ഇനിയും നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പതുക്കെ അത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ വീട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. തിരിച്ച് ലീവിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ ഒരുക്കപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഒന്നും പോയി കാണാനോ എടുക്കാനൊന്നും ഞാൻ തുനിഞ്ഞില്ല. കാരണം ഒത്തിരി പ്രപ്പോസൽസ് ഒക്കെ വന്നു എനിക്ക്. കാരണം ഇന്ത്യക്ക് പുറത്തു നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന്, അതുപോലെ തന്നെ അറേബ്യൻ കൺട്രീസിൽ നിന്ന്, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ നിന്നൊക്കെ ഒത്തിരി പ്രപ്പോസൽസ് ഒക്കെ വന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഡയറക്റ്റ് പോയി കാണാനോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എന്റെ വീടിന്റെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആയി. അതിനുശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പോഴത്തെ എന്റെ ഭാര്യ സഹോദരിയുടെ മാതാവ് എന്നെ അപ്രതീക്ഷിതമായിട്ട് അവരുടെ ചർച്ചിലെ മെയിൻ ദേവദാസന്റെ വൈഫ് ഗുഡ് ന്യൂസിനകത്ത് മാട്രിമോണിയൽ പങ്ക്തിയിൽ എന്റെ ആഡ് കണ്ടിട്ട് അവിടെ ആരാധനയ്ക്ക് ചെന്ന സമയത്ത് എന്റെ ഇപ്പോഴത്തെ അമ്മായിയമ്മയോട് ഈ കാര്യം ഷെയർ ചെയ്യപ്പെട്ടു. അങ്ങനെ അമ്മായിയമ്മ ലാൻഡ് ഫോണിൽ വിളിക്കാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു, മോന്റെ വിവാഹം കഴിഞ്ഞോ, ഇപ്പൊ എവിടെയാണ്, നാട്ടിലുണ്ടോ അതോ വിദേശത്തേക്ക് തിരിച്ചു പോയോ എന്നൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ വിവാഹം ഒന്നും ആയിട്ടില്ല, കാരണം ഞാൻ ഒരാളെ മാത്രമേ ഞാൻ പോയി കണ്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒത്തിരി ലോങ് ഉള്ളവരൊക്കെയാണ് എന്നെ വിളിച്ചത്. അത് കാരണം ഞാൻ ഒന്നും പോയി അന്വേഷിച്ചില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ പ്രാവശ്യം വരുമ്പോ കല്യാണം ഒന്നും നടക്കത്തില്ലായിരിക്കും എന്നുള്ള ചിന്തയിൽ ഞാൻ വീടിന്റെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു മസ്കറ്റിന് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, മോന് താല്പര്യമാണെങ്കിൽ ഞാൻ മോളെ വിളിപ്പിക്കാം. അവള് വൈഫ് അന്ന് ഫരീദാബാദില് നോർത്ത് ഇന്ത്യയില് മെട്രോ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അവളെ വിളിപ്പിക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ആദ്യം കാണിക്കാം പറഞ്ഞു. ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞു, എന്നാ നമുക്ക് ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ അവര് ജൂലൈ 7-ാം തീയതി എന്റെ ഭാര്യ മാതാവ്, അതുപോലെ തന്നെ ഭാര്യയുടെ ഒരു കുഞ്ഞമ്മ, അവരുടെ അന്നത്തെ കായംകുളം സഭയിലെ ഒരു കായംകുളം ഫെയ്ത്ത് സെന്റർ സഭയിലും, അതായത് കൺവെൻഷനും പ്രാസികനും ഗ്രന്ഥകാരനൊക്കെ ആയ അനേക പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ട കർത്താവിൽ അഭിഷിക്ത ദാസൻ ബി മോനച്ചൻ ബാസിന്റെ സഭയിലെ മെമ്പേഴ്സാണ് കുടുംബം. അങ്ങനെ അവരുടെ അന്നത്തെ ലോക്കൽ പാസ്റ്ററൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ അവരുടെ വീട്ടിലേക്കൊക്കെ കടന്നുപോയി. അതിനുശേഷം കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ 2011 ജൂലൈ 27-നാണ് ഞങ്ങള് വിവാഹത്തിലേക്ക് കടന്നത്. അങ്ങനെ ഉടമ്പടി ബന്ധത്തിലൂടെ ഞങ്ങള് ഭാര്യാഭർത്താക്കന്മാരായി തീർന്നു. അതിനുശേഷം പിന്നെ ഞാൻ അല്പ ദിവസങ്ങള്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസം കൊണ്ട് ഭാര്യയോടൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റിയുള്ളൂ. അതിനുശേഷം ഞാൻ മസ്കറ്റിലേക്ക് തിരിച്ചു പോയി. അതിനുശേഷം വൈഫും തിരിച്ച് അവളുടെ ജോലി സ്ഥലത്തേക്ക് ഫരീദാബാദിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാന് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഒരു 7-8 മാസം കഴിഞ്ഞതിന് ശേഷം എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് വന്നു. വൈഫിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. 1-2 മാസം നിന്നിട്ട് തിരിച്ചു പോയി. അപ്പോഴൊക്കെ എന്റെ മൂത്ത സഹോദരിക്ക് അതേ ഒരു രോഗാവസ്ഥയിലൂടെ അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. മാനസികമായിട്ടുള്ള വിഭ്രാന്തികളും, അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡൊക്കെ എടുത്ത് ചുമരിലേക്ക് എറിയുക, പിന്നെ അമ്മയുടെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് വലിക്കുക, ഇങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിലൂടെയായിരുന്നു അപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ആ മൂത്ത സഹോദരിക്ക് യാതൊരുവിധ രോഗത്തിൻ്റെതായ അവസ്ഥകൾക്കൊന്നും ഒരു മാറ്റം സംഭവിച്ചില്ല. അനുദിനം അവൾക്ക് ഡിപ്രഷൻ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ എങ്ങനെ ജോലിയിലൊക്കെ ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് മൂത്ത സഹോദരിക്ക് പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിൽ പട്ടാമ്പി എന്ന് പറയുന്ന അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റഡ് ആക്കി. അങ്ങനെ പുള്ളിക്കാരി അന്ന് തന്നെ രാത്രി നിത്യതയിൽ ചേർക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു, എന്റെ മൂത്ത സഹോദരി. അപ്പൊ അങ്ങനെ ഞാൻ അന്ന് മസ്കറ്റിലായിരുന്നു. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞു, പെട്ടെന്ന് നീ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് അവളുടെ ചലനമറ്റ ശരീരം കാണാൻ കഴിയത്തില്ല. അത് കാരണം ഞാൻ വരുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ്
കാര്യങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അവരന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിലുള്ളൂ, ഏകനായിട്ട് വിശ്വാസത്തിലുള്ളൂ. അപ്പൊ അന്ന് അവരൊന്നും വിശ്വാസത്തിലല്ലായിരുന്നു. അപ്പൊ അവര് ജാതീയമായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താണ് പിന്നെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ചെയ്തത്. അങ്ങനെ അതിനുശേഷം പിന്നെ എന്റെ മാതാവിന് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനുകളും കാരണം അവരുടെ കുടുംബജീവിതത്തിലെ ആദ്യത്തെ ഒരു പൈതലാണല്ലോ, അവർക്ക് ആദ്യത്തെ തലമുറയാണല്ലോ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അത് എന്റെ മാതാവിനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും മെന്റലി ഒക്കെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ മോഡിലേക്ക് കടന്നുപോയി. അങ്ങനെ അമ്മേനെ പിന്നെ ഗ്രാജുവലി പിന്നെ അമ്മയ്ക്കും ഒരു അബ്നോർമൽ അവസ്ഥയിലേക്ക് അമ്മയും കടന്നു വന്നു. അങ്ങനെ അമ്മയും പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജില് സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റില് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് അഡ്മിറ്റഡ് ആക്കുക, പിന്നെ വീട്ടിൽ കൊണ്ടുവരിക, പിന്നെ വീണ്ടും ഈ പ്രയാസങ്ങൾ വീണ്ടും കൂടുതലാവും, അങ്ങനെ വീണ്ടും അഡ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ മസ്കറ്റിൽ നിന്നുകൊണ്ട് ഒത്തിരി ഭാരപ്പെട്ടു. അമ്മയ്ക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാന് എന്റെ അവിടുത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ജോലി ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാരണം ഞങ്ങൾക്ക് അന്ന് വരെയും വിവാഹത്തിന് ശേഷം ഒരു 4-5 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പൊ ഞാന് ആ ഒരു വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ പിന്നെ റിസൈൻ ചെയ്ത് പോകുന്നു. അങ്ങനെ ഞാന് വൈഫുമായിട്ട് ഞാന് ഫരീദാബാദിലെ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്താണ് അവള് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് എനിക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് കോള് വന്നു. കോള് വന്നത് ഇപ്രകാരമായിരുന്നു. മാതാവ് സ്റ്റോർ റൂമിൽ കയറി, ഒരു സ്റ്റോർ റൂമിൽ കയറിയിട്ട് ഒരു അരിച്ചാക്ക് ഉണ്ടായിരുന്നു സ്റ്റോർ റൂമില് ഫുള്ള് ഒരു 50 കിലോനോ 60 കിലോന്റെ ഒരു അരിച്ചാക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് അമ്മ മണ്ണെണ്ണ ഒഴിച്ച്, ശരീരത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് അങ്ങനെ തീ കൊളുത്തി. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിൽ പെട്ടെന്ന് എനിക്ക് കോള് വന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് എനിക്കിത് കേട്ടപ്പോ വളരെയധികം പ്രയാസം തോന്നി. കാരണം അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം അമ്മ അന്ന് അബ്നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അന്ന് എന്റെ പിതാവ് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് ഒരു വിറക് ടെറസിന്റെ മുകളിൽ നിന്ന് വിറക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലാഡർ അന്വേഷിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയ സമയത്തായിരുന്നു അമ്മ അത് ചെയ്തത്. അതുപോലെ തന്നെ എന്റെ ഇളയ സഹോദരി ആ സമയത്ത് അന്ന് പിതാവിന് ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ റിസപ്ഷന് ധരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പൊ ഇവളോട് വന്ന് മാതാവ് ചോദിച്ചു, മോളെ മണ്ണെണ്ണ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അവള് കറക്റ്റ് പ്ലേസ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവള് ഈ അയൺ ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷനിൽ നിന്നോ അവള് അന്വേഷിച്ചില്ല, തിരക്കിയില്ല. അമ്മ എന്തിനാണ് ഈ മണ്ണെണ്ണ അന്വേഷിച്ച് വന്നത് എന്ന് അവള് തിരക്കിയില്ല. അവള് ചിന്തിച്ചെന്താ വെച്ചെങ്കില് അന്ന് ഞങ്ങളുടെ വീട്ടില് മണ്ണെണ്ണ കൊണ്ട് ഉപയോഗിക്കുന്ന സ്റ്റൗ ഉണ്ടായിരുന്നു, തിരിയുടെ സ്റ്റൗ. അപ്പൊ അവള് ചിന്തിച്ചെന്താ വെച്ചെങ്കില് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് മണ്ണെണ്ണ അതിനകത്തോട്ട് ഒഴിക്കാനായിരിക്കും മണ്ണെണ്ണ അന്വേഷിച്ചെന്നായിരിക്കും അവളും ചിന്തിച്ചത്. അങ്ങനെ പിതാവ് ഈ ലാഡറുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീടിന്റെ ചിമ്മിണിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കട്ട പുക, ഭയങ്കര കറുത്ത പുക പുറത്തേക്ക് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് പിതാവ് കണ്ടുകൊണ്ട് ഓടി വരിക. ഓടി വന്ന സമയത്ത് ഈ സ്റ്റോർ റൂമിന്റെ കതക് എന്ന് പറയുന്നത് ഒരു ഫൈബറിന്റെ ഡോർ ആയിരുന്നു അന്ന് വെച്ചത്. കാരണം ഫൈബറിന്റെ ഡോർ വെച്ചാലും കുഴപ്പമില്ലല്ലോ നമുക്ക്, കാരണം അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കുന്നതായതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് വലിയ നല്ല സുരക്ഷിതമായിട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫൈബറിന്റെ ഡോർ ആയിരുന്നു പിതാവ് ഫിക്സ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഈ ഡോറ് പെട്ടെന്ന് തള്ളി തുറക്കാനൊക്കെ ഇടയായി തീർന്നു. അപ്പോഴേക്കും അമ്മ കുഴഞ്ഞു വീണ് അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്ക് സമയമായിട്ടാണ് അമ്മ ഇങ്ങനെ സംഭവിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി. അങ്ങനെ ഒത്തിരി ICUലായിരുന്നു പെട്ടെന്ന് അഡ്മിറ്റഡ് ആക്കിയത്. അങ്ങനെ പിന്നെ ഭയങ്കര ക്രിട്ടിക്കലായി. പിന്നെ അമ്മ അന്ന് വൈകുന്നേരം തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് പ്രിയപ്പെട്ടവരെന്ന് ഞാൻ കരുതിയ 2 വ്യക്തിത്വങ്ങളാണ് എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അങ്ങനെ അപ്പൊ ഞാൻ ദൈവത്തിനോട് ഞാൻ ചോദിച്ചില്ല. കാരണം ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥകൾ വന്നു, കാരണം ഞാൻ അങ്ങേക്ക് വേണ്ടി നിന്നു, അങ്ങയുടെ മകനായി തീർന്നു,
എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ടു, എന്റെ 2 പ്രിയപ്പെട്ടവര് എന്നെ വിട്ട് കടന്നുപോയല്ലോ എന്ന് ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ ദൈവത്തിനോട് ചോദിച്ചിട്ടില്ല. കാരണം അവര് ജാതീയമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ പഴിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അവര് വിശ്വാസത്തിൽ അല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൈവത്തോട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെയൊക്കെ ദൈവം എന്നെ ഭയങ്കരായിട്ട് കരങ്ങളിലെടുത്ത് സപ്പോർട്ട് ചെയ്ത പോലെ എനിക്ക് ഭയങ്കരായിട്ട് ആത്മീയമായിട്ടുള്ള ബലങ്ങളെ തന്നു. ആത്മീയമായിട്ടുള്ള ഭയങ്കരായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ ഒന്നും കൂടി ഒന്ന് ഉറയ്ക്കാനും, അതുപോലെ തന്നെ ഭാരപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കാരണം ഈ 2 പേരും ഒരു 2, 3 വർഷത്തിന്റെ ഗ്യാപ്പിലാണ് 2 പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങള് ഭയങ്കരായിട്ട് ക്ഷീണിച്ചു പോകേണ്ടതായിരുന്നു. ഞാൻ ആത്മീയമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ലോകപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് അത് നികത്താനേ പറ്റത്തില്ല. കാരണം അത് വാക്കുകൊണ്ടൊന്നും പറഞ്ഞാലും ഒരു ആശ്വാസ വാക്കുകൊണ്ടും നമുക്കതിനെ പകരം വെക്കാൻ നമുക്ക് ആവത്തില്ല. കാരണം നഷ്ടപ്പെട്ടത് എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമുക്കത് തിരിച്ചു വരുന്നതല്ല. നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അത് പ്രിയപ്പെട്ടവരുടെ വേർപാടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നിട്ട് അധികം താമസിയാതെ ആണ് ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ തകർന്നു പോവും. കാരണം ആത്മീയമായിട്ട് നമുക്ക് കാരണം ബലം നഷ്ടപ്പെടും, ഒക്കെ ചെയ്യും. പക്ഷെ അവിടെയൊക്കെ ദൈവം എന്നെ കരങ്ങളിലെടുത്ത് ശക്തമായിട്ട് നിൽക്കുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ വലിയൊരു കരുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മുടെ തലയിലെ ഒരു മുടിനാര് പോലും പൊഴിഞ്ഞാലും അത് നമ്മുടെ ദൈവം അറിയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ശക്തമായിട്ട് ബലപ്പെടുത്തി നിർത്തി അത് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാന് അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളുടെ അമ്മയുടെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഞങ്ങള് വീട്ടിലുള്ള എന്റെ പിതാവിനെയും സഹോദരിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കാനൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷെ അവര് തിരിച്ചിങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് കേരളം വിട്ട് വരാനൊന്നും അവർക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ ഞങ്ങള് ഒറ്റയ്ക്ക് നിന്നു. അങ്ങനെ ഞങ്ങള് പോയി വന്നതിന്റെ പിറ്റേ ദിവസം, അല്ല സോറി, നെക്സ്റ്റ് മന്ത് എന്റെ വൈഫ്, അതുവരെ കൺസീവ് ആവാത്ത എന്റെ വൈഫ്, അതിന്റെ തൊട്ട് മാസം എന്റെ വൈഫ് കൺസീവ് ആയി. അപ്പൊ ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാതാവിനെ എടുത്തപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഉരുവാക്കി തന്നു എന്ന് ഞങ്ങളോട് ഇപ്രകാരം പറയാനിടയായി. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ വലിയൊരു മിറാക്കിളായിരുന്നു അത്. കാരണം ദൈവം ജീവനെ എടുത്തപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട, അതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അതായത് കുഞ്ഞുങ്ങളില്ലാത്ത അതിന്റെ ആ ഒരു പ്രയാസം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി തന്നു ദൈവം. അങ്ങനെ ഞങ്ങൾക്ക് 2015 ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം ദാനമായിട്ട് ഞങ്ങൾക്ക് നൽകി. അവനിപ്പോൾ ഇന്ന് 11 വയസ്സുണ്ട്. അവന്റെ പേര് എബനേസർ എന്നാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2018 അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺതലമുറയെ കൂടി തന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർത്തു. അതിന് ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കാരണം എത്ര നന്ദി പറഞ്ഞാലും, ദൈവത്തിന് എത്ര നന്ദി കൊടുത്താലും, ദൈവത്തിന് എത്ര വാഴ്ത്തിയാലും, ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും ഈ തന്ന കാര്യങ്ങൾക്കൊന്നും പകരമാവത്തില്ല, തുല്യമാവത്തില്ല. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കിയാൽ നമുക്ക് സ്തുതി സ്തോത്രം എന്ന യാഗം മാത്രമേ അർപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതുപോലെ അതിനൊന്നും പകരമാവുന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കുക. കാരണം ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ അതിനെ ജയിച്ചു മുന്നേറുവാനാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ദൈവം നമ്മളെ വിളിച്ചത് പട്ടുമെത്തയുടെ അനുഭവം തരാന്ന് ദൈവം ഒരിക്കലും ആരോടും പ്രോമിസ് ചെയ്തിട്ടില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. നിനക്ക് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ഞാൻ തരാം, ഒരു പ്രശ്നമില്ലാണ്ട് ഭയങ്കര സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിനക്ക് തരാന്ന് പറഞ്ഞല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. കാരണം ആ ഒരു വലിയൊരു ഭാഗ്യ പദവി തന്നെ നമുക്ക്
ദൈവം നമുക്ക് നീട്ടി തന്ന ഒരു വലിയൊരു ദാനമാണ്. നിത്യത എന്നുള്ള ഒരു പറുദീസ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിന് തന്നെ നമ്മൾ യോഗ്യരല്ലായിരുന്നു. എന്നാൽ പോലും ദൈവം നമ്മളെ യോഗ്യരാക്കി തീർത്തു. അതാണ് ദൈവത്തിന്റെ വലിയ ഒരു ഭയങ്കര ഒരു സ്നേഹമാണ് അത്. അപ്പോ അങ്ങനെ അങ്ങനെ ഞാന് ഈ 2 ജീവനുകളൊക്കെ ഞങ്ങളിൽ നിന്നൊക്കെ എടുത്തു മാറ്റിയപ്പോ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ തന്നു. അതുപോലെ തന്നെ എനിക്ക് ദൈവത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങളൊക്കെ എഴുതുവാനും, അതുപോലെ തന്നെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി അത് റിലീസ് ചെയ്യപ്പെടുവാനും, അനേകർ അത് കാണുവാനും, അനേകർക്ക് ഒരു പരിവർത്തനം സംഭവിക്കാനൊക്കെ എന്റെ ഗാനങ്ങളിലൂടെയൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവം വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അടുത്ത ഒരു ഗാനം കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് മഹത്വത്തിന് വേണ്ടിയിട്ട് അടുത്ത മാസം തന്നെ അത് റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. അതിനും ദൈവം വഴികൾ ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇപ്രകാരമാണ്. കാരണം ഞാൻ മസ്കറ്റിൽ 15 വർഷം എനിക്ക് ജോലി ചെയ്യാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. അപ്പൊ എല്ലാവരും ചിന്തിക്കും ഭയങ്കര ഒത്തിരി പൈസ ഉണ്ടാക്കി കാണും, ഒത്തിരി ബാങ്ക് ബാലൻസ് കാണും എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എനിക്ക് അവിടെ ഒന്നും എനിക്കൊരു പ്രയാസമില്ല. എനിക്ക് അതിനേക്കാളും വലിയൊരു മേൽത്തരമായിട്ടുള്ള ഒരു എന്താ പറയുക സമ്പത്താണ് ദൈവം എന്നെ അവിടെ ഒരുക്കിയത്. അത് ഇപ്രകാരമായിരുന്നു. 3 സ്റ്റേറ്റുകാരെ ലോക ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആത്മാക്കളെ കൊടുക്കുവാൻ എനിക്ക് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് 3 സ്റ്റേറ്റുകാരെന്ന് പറയുന്നത് ഒരു ഒരു കേരള, ഒരു യുപിക്കാരൻ, അതുപോലെ തന്നെ ഒരു തമിഴ്നാട്. ഈ 3 പേരും ഇന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭയങ്കരമായിട്ട് അവര് ആത്മീയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരെ ഒരുക്കുവാൻ ദൈവം എന്നെ അതായത് മുഖാന്തരമാക്കിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം നമുക്ക് ഇതൊക്കെയാണ് വലുത്. കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു അതാണ് നമുക്ക് നേട്ടമുള്ളൂ. നമുക്ക് ഈ ലോകമാകുന്ന ജീവിത യാത്രയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഈ ലോകത്തിൻ്റെതായ ലോകമോഹങ്ങളും, അതുപോലെ തന്നെ സമ്പത്തും, അതുപോലെ തന്നെ ആ രീതിയിലുള്ള ആർഭാട ജീവിതങ്ങളും ഒന്നുമല്ല. നമ്മളുടെ ഏക ഉദ്ദേശം നമ്മുടെ ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മളിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ എങ്ങനെ കൊണ്ടുവരാം, മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം, അതായിരിക്കണം നമ്മുടെ എപ്പോഴും ഫോക്കസ്. കാരണം അതാണ് നമുക്ക് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, എനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു അഭിഷിക്ത ദാസനുണ്ട് ബൈബിളില്. അതായത് ഇയോബിന്റെ ജീവിതത്തെ ഞാൻ എപ്പോഴും തുലനം ചെയ്ത് ഞാൻ നോക്കാറുണ്ട്. കാരണം ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഭയങ്കര ഒരു ദൈവഭക്തൻ, അതുപോലെ തന്നെ നേരുള്ളവൻ, ദോഷം വിട്ട് അകലുന്നവൻ എന്നൊക്കെയാണ് ദൈവം കൊടുത്ത ഒരു വലിയൊരു സർട്ടിഫിക്കറ്റ്. ആ ഒരു സർട്ടിഫിക്കറ്റിലൊക്കെ നമ്മളും പ്രാപിക്കണം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. കാരണം നല്ല ദാസനെ എന്നുള്ള ഒരു വിളി നമ്മൾ എപ്പോഴും കേൾക്കുവാൻ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരുക്കപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യോബിന്റെ ജീവിത ചരിത്രം നമുക്കറിയാം. എല്ലാ സമ്പത്തും, പുത്രസമ്പത്ത് നഷ്ടപ്പെട്ടു, ആടുമാടുകള് സകലവും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ വിശ്വാസം ഇത് ത്യജിച്ച് കളഞ്ഞുകൂടെ എന്ന് പോലും പറഞ്ഞിട്ട് പോലും അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്തുകൊണ്ട് ഈ പൊട്ടിയെ പോലെ സംസാരിക്കുന്നു? കാരണം ഈ സകലത്തെയും ചമച്ചവനായ ദൈവം നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാനുള്ള അർഹത ദൈവത്തിനുണ്ട്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും ആളുകളല്ല. കാരണം ഇപ്രകാരം പറയുന്നു അതില്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ അത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത്രയും ദൈവത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇന്ന് നമ്മളെ ഈ ലോകമെന്ന വിശ്വാസ യാത്രയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നഷ്ടപ്പെടുമ്പോ നമ്മൾ ദൈവത്തെ പഴിക്കുന്നവരാ പലരും. കാരണം നമ്മളെപ്പോഴും ദൈവം ചെയ്തതിനെ ഓർത്ത് നമ്മൾ ഒരിക്കലും നന്ദി പറയാറില്ല. കാരണം നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴും അത് വേണം, ഇത് വേണം. ദൈവത്തെ നമ്മൾ ഒരു കാര്യസ്ഥന്റെ റോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് പലർക്കും ചിലപ്പോൾ അത് വിപരീതമായിട്ടായിരിക്കും തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ 20 വർഷത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. 2026 ആവുമ്പോ 20 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ് എന്റെ ആത്മീയ ജീവിതത്തിന്.
അപ്പൊ ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പലരും ദൈവത്തിനെ ഒരു ഒരു കാര്യസ്ഥനാക്കിയാണ് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം, എന്റെ മോളുടെ കല്യാണത്തിന് ഇത്ര പൈസ വേണം, അത് വേണം, ഇത് വേണം, ഇതൊക്കെ സാങ്ഷൻ ആക്കി തരേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, ഒരു കാര്യസ്ഥന്റെ റോളാണ് ദൈവത്തിനുള്ളത്. അതില് അപ്പുറത്തേക്ക് ആരും ദൈവത്തിനെ ദൈവം നമുക്ക് വേണ്ടി തന്നത് എന്തെന്ന് പോലും ഓർക്കാൻ, അത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്നതൊന്നും അതിന് പകരമാവത്തില്ല. കാരണം ഈ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ദൈവത്തിന്റെ വലിയ ദാനമാണ്. അപ്പൊ അതന്നെ ഓർത്താൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി എത്രത്തോളം വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നിട്ടും അത് നമ്മൾ ഓർക്കാതെ നമ്മൾ ഈ ലോകത്തിൻ്റെതായ ആർഭാട ജീവിതങ്ങളും, എനിക്ക് കാറ് വേണം, എനിക്ക് അത് വേണം, ബംഗ്ലാവ് വേണം, ഏക്കർ കണക്കിന് സ്ഥലം വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, ഭയങ്കര ഒരു ലിസ്റ്റാ കൊടുക്കുന്നത് ദൈവത്തിന്റെ കാര്യങ്ങൾ. അത് വേണം, ഇത് വേണം, എല്ലാം. പക്ഷെ ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ ദൈവം നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയപ്പോൾ, അപ്പൊ ഇതിലും വലിയ ഭാഗ്യ പദവി നമുക്ക് എന്താ ദൈവം തരാനുള്ളത്? എന്നിട്ട് നമുക്ക് അതിന് തക്കതായ ഒരു മഹത്വം കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. അതുമാത്രമല്ല, ദൈവം നമ്മളെ ഈ വചനപ്രകാരം പുരോഹിത വർഗമാക്കിയാണ് ദൈവം നമ്മളെ ഈ ദേശത്താക്കി വെച്ചിരിക്കുന്നത്. അനേകരെ നേടുവാൻ, അനേകരെ നമ്മളെ ദൈവത്തിന് വേണ്ടി അനേക ആത്മാക്കളെ നേടിക്കൊടുക്കുവാനും അനേകരോട് സുവിശേഷം പറയുവാനൊക്കെയാണ് ദൈവം നമുക്ക് ഈ അവസരങ്ങൾ തന്നത്. അനേകർ അത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതിനൊക്കെ ദൈവം ഇരട്ടിയായിട്ട് പ്രതിഫലങ്ങളെ തന്ന് ദൈവം മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന് വേണ്ടിയിട്ട് എനിക്കും ഒരു ദൈവത്തിന്റെ ഒരു പൈതലായിട്ട് നിൽക്കുവാനും ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവം എന്നോട് ചെയ്തെടുക്കുവാനൊക്കെ ദൈവം എന്നെ ഉപയോഗിച്ചതിനായിട്ട് ആ ദൈവത്തിന് എനിക്ക് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. കാരണം അതുപോലെയാണ് എന്നെ ദൈവം നടത്തിയതൊക്കെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഈ ദൈവത്തെ കാണുകയും കണ്ടുമുട്ടുകയൊക്കെ ചെയ്തത്. അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങളൊക്കെ എനിക്ക് ദൈവം എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ കോളേജ് കാലഘട്ടത്തിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. പലരും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലരും കഴിഞ്ഞ കാലം ഒരിക്കലും നമ്മൾ ഓർക്കത്തില്ല. കഴിഞ്ഞ കാലം നമ്മൾ എവിടെ നിന്ന് വന്നോ, നമ്മൾ ഇപ്പോഴായിരിക്കുന്ന സ്റ്റേജ് എന്താണെന്ന് ആരും ചിന്തിക്കത്തില്ല. നമുക്ക് എപ്പോഴും വെച്ചടി 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 കയറ്റം, അതാണ് നമ്മുടെ കൺസെപ്റ്റ് അതാണ്. പക്ഷെ ദൈവം പറയുന്നു, നിനക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, നിനക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, നീ അതിനെ ജയിക്കുവാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ കണ്ടുവരുന്നത് വെച്ചെങ്കിൽ എല്ലാവർക്കും നന്മകൾ മാത്രം മതി, എല്ലാവർക്കും നന്മകൾ മാത്രം. അതുപോലെ തന്നെ എന്താ പറയാ, ദൈവം നമുക്ക് തന്ന ഇത്രയും വലിയ ശ്രേഷ്ഠകരമായിട്ടുള്ള പദവി തന്നെ ഓർക്കുമ്പോ ദൈവത്തിന് നമ്മള് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് സ്തുതിച്ചാലും മതിയാവത്തില്ല. അപ്പൊ ഇതെല്ലാം ഇത്രയും നമുക്ക് തന്നുവെങ്കിൽ അതെല്ലാം വലിയൊരു ബോണസ് ആണ്. ദൈവം തരുന്ന വലിയ ദാനങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒരിക്കലും പിറുപിറുക്കരുത്, ദൈവത്തിനോട് പരാതി പറയരുത്. കാരണം എനിക്ക് അത് കിട്ടിയില്ലല്ലോ, അവന് ഇത് കൊടുത്തല്ലോ, അങ്ങനെയൊന്നും പറയരുത്. കാരണം നമുക്ക് ഇപ്പൊ ഓൾറെഡി കിട്ടിയിരിക്കുന്നത് തന്നെ നമുക്ക് യോഗ്യത ഇല്ലാതെയാണ് നമുക്ക് ദൈവം വെച്ച് തന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഒരു വാക്യം കൂടി പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു വാക്കാണ്, ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ യോഗ്യത. അപ്പൊ ഞാനും പല ചർച്ചകളിലും ചെന്നിട്ട് പറയുന്ന ഒരു വാക്കാണ്, ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ യോഗ്യത. അപ്പൊ നമ്മളെയൊക്കെ നാശകരമായിട്ടുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അർഹിക്കാത്ത സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ തന്ന് നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് നമ്മൾ പ്രയോജനപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായിരിക്കണം എല്ലാ ദൈവമക്കളുടെയും ഒരു ഫോക്കസ്, അതിലേക്കായിരിക്കണം. അല്ലാണ്ട് ഈ ലോകത്തിൻ്റെതായ ആർഭാട ജീവിതങ്ങളോ കാറോ ബംഗ്ലാവോ ഇതൊന്നല്ല. നമ്മുടെ ഈ ഭവനം നമ്മുടെ നിത്യമായിട്ടുള്ള ഭവനമല്ല, നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ഭവനം നമുക്ക് സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിത്യത എന്നുള്ള വലിയൊരു പറുദീസയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളെ വിശുദ്ധിയോടും ഏർപ്പാടോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു പാത്രമായിട്ട് തീരണം എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്. ദൈവം ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് 2 ട്രാജഡികളൊക്കെ വന്നപ്പോഴൊക്കെ ദൈവം എന്നെ കരങ്ങളിലെടുത്ത്
ശക്തമായിട്ട് ബലപ്പെടുത്തുകയൊക്കെ ഒത്തിരി ഒത്തിരി വലിയൊരു ഭാഗ്യ പദവിയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇനിയും പോരാടും. കാരണം നമ്മൾ നിൽക്കുന്ന പോർക്കളം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോർക്കളത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ പോർക്കളത്തിൽ നമ്മള് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്റെ വൈഫ് ഇവിടെ നോർത്ത് ഇന്ത്യയില് ഒരു ചാരിറ്റി ഹോസ്പിറ്റലിൽ NS ആയിട്ട് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫിന്റെ പേര് ജിത എന്നാണ്, കായംകുളം സ്വദേശിനിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് എബനേസർ ആൻഡ് എലിയേസർ. അതോടൊപ്പം എനിക്ക് ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, എന്റെ പിതാവ് ഇതുവരെയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. എന്റെ സഹോദരി 2020 ഈ രക്ഷയിലേക്ക് കടന്നു വന്നെങ്കിലും അവിടെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരു ഏകദേശം 36-37 വയസ്സുണ്ട്. അവൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അതെല്ലാം ശ്രേഷ്ഠകരമായിട്ട് ഉചിതമായിട്ട് ദൈവം ചെയ്യും. നല്ലൊരു തക്ക തുണയെ അവൾക്ക് ദൈവം ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് അനേകരെ നേടുന്നവരായിട്ട് മാറുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ട് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന അഭിഷിക്ത കർത്തദാസനോടും ഈ ജോയ്സ് TV എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ചാനലിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ദൈവം എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാനും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി നമുക്ക് അനേകരെ ഒരുക്കി കൊടുക്കുവാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നല്ലൊരു പാത്രമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളതിനെ സമർപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ സാക്ഷ്യത്തെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഇന്ന് പകലിൽ ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്തു പോകുമ്പോൾ, ബസ്സിലും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ മതിലിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതി വെച്ചത് പലപ്പോഴും നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ പലരും ആ വചനത്തെ നോക്കി പുച്ഛിക്കുമ്പോൾ, ആ എഴുതുന്നത് ജീവൻ്റെ വചനമാണെന്നും ആ വചനം ഹൃദയത്തിൽ തട്ടുവാനും, പ്രൈസ് ദി ലോർഡ്, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് ആ വചനം എഴുതുമ്പോൾ ആ വചനം ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ, ദൈവത്തിലായി തീരുവാൻ ഇന്ന് ഇത്രത്തോളം ദൈവം പട്ടണത്തിൽ നടത്തി, ഇന്നും നടത്തുന്നു. എൻ്റെ ജീവിതാനുഭവം ഒരു യോഗ്യതയും പറയുവാനില്ല. യോഗ്യതയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ അറിഞ്ഞതും കർത്താവിനെ കണ്ടുമുട്ടുവാനുമുള്ള ഒരു അവസരം ഈ ലോകയാത്രയിൽ ദൈവം നമുക്ക് തന്നു. അതാണ് ഏറ്റവും വലിയ യോഗ്യതയും ഏറ്റവും വലിയ പദവി എന്ന് പറയുവാനിടയായി തീർന്നല്ലോ. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് ജീവിതത്തിൻ്റെ വളരെ പരിതാപകരമായ അനുഭവത്തിലൂടെ കടന്നുവെങ്കിലും നമ്മയൊക്കെ കർത്താവ് കണ്ടു, തൻ വിളിച്ചു, തൻ വേർതിരിച്ചു. ദൈവം നമ്മെ ഇവിടം വരെ കൊണ്ടുചെന്നാക്കി. ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. എങ്കിലും ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി തന്ന്, ഉത്തരം തന്ന് പ്രിയ സഹോദരിയെയും കുടുംബത്തെയും പിന്നെയും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, പ്രിയ സഹോദരൻ കൃഷ്ണകുമാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജീവിതാനുഭവം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദവും കർത്താവിനെ അറിയുവാനും കാരണമായി തീരണമേ. കർത്താവ് തൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ കല്ലിൻ്റെ ഭാരം ഇരിക്കുന്നൊരനുഭവമായിരുന്നു. എന്നാൽ ദൈവവചന വായനയിലൂടെ ആ ഭാരത്തെ ദൈവം എടുത്തു മാറ്റി തന്നെ ഒരു സ്വതന്ത്രനാക്കിയതുപോലെ ജീവിതത്തിൻ്റെ ഭാരവും പേറി, ജീവിതത്തിൻ്റെ ഭാരഭാണ്ഡം പേറി അതേ മുന്നോട്ട് യാത്ര ചെയ്യുന്ന അനേകർക്ക് ഈ സാക്ഷ്യം ജീവനുള്ള വചനത്തിലേക്കും ജീവനുള്ള ദൈവത്തിലേക്കും തിരിയുവാൻ കാരണമായി തീരണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രദേശത്ത് കുടുംബമായ ദൈവം മാനിക്കണമേ.
കർത്താവെ കുടുംബമായി ദൈവം ഉപയോഗിക്കണമേ. താൻ മൂലം അതേ 3 ജീവിതങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയ ഭാഗ്യം ദൈവം പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ കൊടുത്തല്ലോ. കർത്താവെ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? കർത്താവ്, ചില ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ പ്രിയപ്പെട്ടവനെ ദൈവം ഉപയോഗിച്ചതോർത്ത സ്തോത്രം. ഒരിക്കൽ നിത്യതയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് പങ്കാളികളും ഓഹരിക്കാരുമായി തീരുവാൻ പ്രിയപ്പെട്ടവനെയും ദൈവം കണ്ടതോർത്ത് സ്തോത്രം. പ്രിയപ്പെട്ടവനെ, ഈ പകലിൽ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൻ ഒരനുഗ്രഹമായി തീരട്ടെ. കുടുംബമായി അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, സഹോദരിയെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. ഓക്കെ, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.